സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് മാധ്യമ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അധ്യാപകനും കൂടിയായ ഫക്രുദ്ദീൻ അലിയാണ്. സർ, സ്വാഗതം. 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി LDF. BJP 3 സീറ്റിലേക്ക്, NDA സഖ്യം 3 സീറ്റിലേക്ക് വന്നു. UDF സംബന്ധിച്ച് അവർ പ്രചരിപ്പിച്ച പോലെ 100+ അത് നേടുകയും ചെയ്തു. ഒറ്റ വാക്കിൽ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? എന്തൊക്കെ ഘടകങ്ങളാണ് UDF വിജയത്തിൽ നിർണായകമായി വന്നത്? മാധ്യമങ്ങളാണ് UDF വിജയിപ്പിച്ചത്. അല്ല, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്ന ഇവിടുള്ള മാധ്യമങ്ങളായിരുന്നു, പ്രധാനമായും ദൃശ്യ മാധ്യമങ്ങളാണ്. അതിന്റെ സത്യസന്ധമായി പക്ഷം ചേരാതെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ നിലപാടെടുത്ത് ജയിച്ചതിന്റെ ഒന്നാണ്. ബാക്കി എല്ലാവർക്കും കുറച്ച് അങ്ങോട്ടും കൊണ്ട് പേടിപ്പിക്കാനുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ന്യൂ ജനറേഷനിൽപ്പെട്ട 2 ചാനലുകളും അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുന്നതാണ്. അതായത് നമ്മുടെ നായരുടെ 24-ഉം അരുണിന്റെ മറ്റേ റിപ്പോർട്ട്. മനോരമയ്ക്ക് ആണെങ്കിൽ ചില അച്ചായ നിലപാടുകൾ, മാതൃഭൂമിക്കാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആ സഖ്യത്തിലുള്ളതുകൊണ്ട് ഒരു പരിധി കൂടുതൽ സയാംസിന് ചെയ്യാൻ പറ്റില്ല. ഏഷ്യാനെറ്റ് അങ്ങനെ രാജീവ് അന്തർശനെതിരാണ് അവർ റിപ്പോർട്ട് കൊടുക്കും. രാജീവൻ എന്നോട് വന്നിട്ടുണ്ട്, അവരാരും ഒന്നും പറയാൻ പറ്റില്ല, അപ്പൊ എനിക്കെതിരെ സ്ഥാനം വന്ന് അവർ കൊടുക്കും. ആ ഫ്രീഡം രാജീവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ പറയാം മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കാണ് വലിയ മാധ്യമ സ്വാതന്ത്ര്യം. പക്ഷെ ഞാനിപ്പോ കണ്ടെടുത്തോളം കേരളത്തില് ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മുതലാളി രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പൊ ഏഷ്യാനെറ്റ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അതുകൊണ്ട് അവിടെ ബഹിഷ്കരിക്കാൻ ധാരാളം BJP-ക്കാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്, CPM-മാർ ബഹിഷ്കരണമാണ്, കോൺഗ്രസ്സുകാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതിനർത്ഥം വെച്ചാൽ അവർ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് കൃത്യമായ നിലപാടെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് പറയുമ്പോൾ കലന്റിലെസ് ആയിട്ട് നിർഭയമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് ജനങ്ങളുണ്ട്. അത് അവസാന നിമിഷം വരെ ഉണ്ടായി. അതിനൊരു മാറ്റം അവർ വരുത്തിയില്ല. അപ്പൊ അതിന്റെ കുഞ്ഞിക്കൃഷ്ണനാണ് ഏറ്റവും വലിയ ഞെട്ടൽ ഇലക്ഷൻ കൊടുത്തത്. കുഞ്ഞിക്കൃഷ്ണന്റെ ഇന്റർവ്യൂ വന്ന അവിടെയാണ്. പിന്നെ വിനിക്കൊക്കെ വിനു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വിനു കൃത്യമായ കാര്യം പഠിച്ചു വരും. വിനു വളരെ ഫാക്ച്വൽ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അത് പലപ്പോഴും കൊത്തുള്ള ചോദ്യം. നിങ്ങൾ ഏതായാലും സൈഡിൽ നിന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ വിനുവിന്റെ അടുത്ത് നടക്കില്ല. ഫാക്ച്വൽ ആണെങ്കിൽ ഓക്കെയാണ്. നമ്മളൊക്കെ വിനുവിന്റെ അടുത്ത് പിടിച്ചിരിക്കുന്ന വെച്ചാൽ ഞാൻ കണ്ണുപടിച്ച് ന്യായീകരിക്കാത്തതുകൊണ്ടാണ്. കണ്ണുപടിച്ച് നിങ്ങൾ ന്യായീകരിക്കാൻ പോയാൽ വിനു വലിച്ച് ഒട്ടിച്ച്. പക്ഷേ ഈ പ്രതിപക്ഷത്തിന്റെ റോൾ അങ്ങനെ ഒരു മാധ്യമം ചെയ്യുമ്പോൾ തന്നെയും കൃത്യമായ PR വർക്ക് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുണ്ടായിരുന്നു. ചില മാധ്യമങ്ങളെ അടക്കം ഹയർ ചെയ്തിരുന്നു. പിന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹ്യ പ്രവർത്തകർ, സാഹിത്യ നിരൂപകർ അവരൊക്കെ രംഗത്തുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെയാ പറ്റിയത്. അല്ല, അതിന്റെ കാര്യം ഇതാണ്. ഇതിന്റെ ഒരു പൊതുമണ്ഡലം ഒരുക്കി കൊടുത്തത് ദൃശ്യമാധ്യമ ഏഷ്യാനെറ്റ് തന്നെ വളരെ കൃത്യമായിട്ട്. അതിപ്പോ നാളെ തൊട്ട് അവര് വരാൻ പോകുന്ന UDF ഗവൺമെന്റിനെതിരെയുള്ള അവരുടെ പണി തുടങ്ങും. അതാണ് നിങ്ങൾ സത്യസന്ധരായ മാധ്യമപ്രവർത്തകരുടെ ജോലി. അതാണ് ഇപ്പത്തരം മാധ്യമപ്രവർത്തനം ഇല്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ അത് BD സതീശനെ പോലെ നേതാവ് പതുക്കെ കോൺഗ്രസ് നിർമ്മാണം ചെയ്തു വന്നു. അയാൾക്കൊരു ഗുണമുണ്ട്. അയാൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചിരുന്നു. വരച്ചന്തനെ പോലെ നട്ടലുണ്ടായി. അയാൾ പറഞ്ഞ തോറ്റ ഉത്തരവാദിത്തം എനിക്കാണ്, ജയിച്ച പാർട്ടിക്കാണ്. ഞാൻ വനവാസം ഇങ്ങനെയൊക്കെ പറയാൻ ഗൺസ് ഉണ്ടാവുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ നിങ്ങൾ അയാളുടെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അയാൾക്ക് സമഗ്രമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അയാളുടെ DNA ഈ സാധാ കോൺഗ്രസുകാരുടെ, സാധാ രാഷ്ട്രീയക്കാരുടെ DNA അല്ല. അത് രാജീവ് ചന്ദ്രശേഖരന്റെയും അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരിന്റെ ഒക്കെ തരത്തിലുള്ള അക്കാദമിക് DNA ആണ്. പക്ഷെ അവർക്കില്ലാത്ത ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ്, ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന രീതിയിൽ അയാൾക്കൊക്കെ പുറത്തേക്ക് വന്ന ആളെന്ന രീതിയിൽ അയാൾക്കുണ്ട്. അപ്പം BD സതീശൻ എന്ന നേതാവ് അതുകൊണ്ട് അയാൾ വെറുതെ പറയുകയല്ല, വിജയങ്ങളിലൂടെ അയാൾ തെളിയിച്ചു. അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ അയാൾ ജയിച്ചു കാണിച്ചു കൊടുത്തു. അയാൾ പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ വിചാരിച്ചിട്ടില്ല, കോൺഗ്രസ്സുകാർ പോലും വിചാരിച്ചില്ല, അയാളെ ജയിപ്പിച്ചു കാണിച്ചു. അയാൾ പറഞ്ഞു 100+ സീറ്റ് എന്ന് അയാൾ പറഞ്ഞു. അവിടെ എത്തി. ഇതിൽ കൂടുതൽ നേതാവ് നിങ്ങൾക്ക് എന്താണ് കാണിക്കാൻ പ്രതീക്ഷിക്കുന്നത്? പക്ഷെ നമ്മൾ പറയുമ്പോഴേ നമ്മൾ ഈ ഇങ്ങനെയുള്ള നരേഷനൊക്കെ പറയുമ്പോൾ തന്നെയും G. സുധാകരന്റെ ജയം, TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണന്റെയൊക്കെ ജയം, പിന്നെ നമ്മുടെ കൊട്ടാരക്കരയിൽ നടന്ന വലിയൊരു പോരാട്ടം, വാസ്തവത്തിൽ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറി, വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ ഇത്? അല്ല, അസംതൃപ്തി ഉണ്ടാവും. ഈ അസംതൃപ്തി ഒന്നും തന്നെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള അസംതൃപ്തിയല്ല. ഐഷ പൊറ്റിയുടെ വിഷയം അവർക്ക് 4ാമത് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഗോവിന്ദന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗോവിന്ദൻ അവിടെ സീനിയർ മോസ്റ്റ് നേതാവിനാണ്, പരിഗണിക്കപ്പെടേണ്ട ആളായിരുന്നു. പക്ഷെ ടീച്ചറും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ട് അവർ പരിഗണിക്കൂടുതൽ തോന്നലാണ്.
കുറച്ചുകൂടിയും എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാരണം പയ്യന്നൂരുള്ള സ്ഥാനാർത്ഥിക്കാണ്. അദ്ദേഹം ഒരു അഴിമതി വിഷയവും പാർട്ടിയുടെ ഒരു കുഞ്ഞികൃഷ്ണൻ. ഇന്റേണൽ ആയ ഡിഗ്രഡേഷനും ഈ ജനറേഷനാണ് കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം ഇതൊന്നും തന്നെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ അല്ല, ഇത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള എതിർപ്പ് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഇവരൊരു പോലിറ്റേറിയൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് മിഡിൽ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ് ഇപ്പോൾ പോലിറ്റേറിയൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിലും രാഷ്ട്രീയമായിട്ടുള്ള ഭാവനത്തിൽ മാറ്റം വരും. ആ മാറ്റത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ധർമ്മടത്ത് 5ാമത് റൗണ്ടിൽ പോലും പിണറായി പിന്നിൽ നിന്നു. അപ്പോ CPM-ന്റെ അത്ര വലിയ ഉരുക്കുകോട്ടയിൽ പോലും അത്ര വലിയ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊഴുകി പോയിട്ടുണ്ടെങ്കിൽ CPM-ലെ അണികൾക്ക് പോലും ഇത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കുമല്ലോ. ഈ CPM-ന്റെ അനുയായികൾക്ക് ഇന്നാണ് തിരുത്തലുണ്ടായത്. പിണറായി വിജയൻ പാർട്ടി ലീഡർഷിപ്പ് എടുത്ത കാലം തൊട്ട് അദ്ദേഹം എങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ പോക്ക് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ അന്ന് വരെ അദ്ദേഹം പോയിട്ടുള്ളൂ. നിങ്ങൾക്കൊരു സുപ്രഭാതത്തില് അതിങ്ങനെ തോന്നാൻ കാരണം വെച്ചാൽ നിങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു പുതിയ ലീഡർഷിപ്പിനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ പഴയ ലീഡർഷിപ്പുള്ള പല ആളുകൾക്കും പുറത്തിരിക്കേണ്ടതായിട്ട് വരും. അതാണ് പ്രശ്നം. അപ്പം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവിടെ എന്ന് വെച്ചാൽ അദ്ദേഹം പരിഗണിക്കേണ്ടതിനാണ് P. ജയരാജനായിരുന്നു. അത് എന്തൊക്കെ അടി കിട്ടിയാലും ആരൊക്കെ ഒതുക്കിയാലും അദ്ദേഹം പാർട്ടിയുടെ കൂടെ ഇരുന്ന് പാർട്ടിക്കെതിരെ പറയാത്ത ഒരാളാണ്. P. ജയരാജനെ ഒതുക്കി എന്നുള്ള ഫീല് അതൊരു ക്രെഡിബിലിറ്റി ഉള്ള ഫീലാണ്. അപ്പം ജയരാജേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ജയരാജേട്ടൻ അവിടെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന പാർട്ടിക്കാരൻ P. ജയരാജൻ. ഇതൊരു ഘടകമാണ്. പിന്നെ അദ്ദേഹത്തെ ഒതുക്കാൻ വന്ന കാരണങ്ങളൊക്കെ വളരെ ചൈൽഡിഷാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ജയരാജേട്ടനെ ഒതുക്കുന്നില്ലെങ്കിൽ ജയരാജേട്ടനെ മോഡി ഒതുക്കും. കാരണം ജയരാജേട്ടൻ അതിന് 2 കേസ് അവരുടെ കൈ കിടക്കുകയാണ്. ഒന്ന് ഇന്ത്യൻ ചെറുപ്പക്കാരനെ കൊന്ന കേസ്, രണ്ടാമത്തെ കാര്യം കതിരൂർ മനോജിന്റെ കേസ്. രണ്ടും മുമ്പിൽ പൊതിയാണ്. BJP-ക്കാരുടെ രീതി അനുസരിച്ച് ഉപയോഗിച്ച് ശത്രുക്കളെ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്ര CBI വാർന്നു വെച്ച് വന്നാൽ ജയരാജേട്ടൻ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ജയരാജേട്ടൻ ലൈവായി ഇന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. BJP-ക്ക് അത് ചെയ്യാനൊന്നും അവർക്ക് മടിയില്ല. രണ്ടാമത്തെ കാര്യം കണ്ണൂരിലെ ഈ സമാധാന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് ജയരാജേട്ടൻ ഒരു സഖാവ് ഒരു പ്രശ്നമായിട്ട് വന്നാൽ അത് ആ രീതി ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജയരാജേട്ടൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ അതിന്റെ നടുവിലുണ്ട്. എങ്കിൽ പോലും പാർട്ടിക്ക് ഒരു ബെറ്റർ അക്കോമഡേഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ കൂടെ ജയരാജേട്ടനെ കൊണ്ടുള്ള ആളുടെ പ്രശ്നം കൂടി വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയും അദ്ദേഹം പാർട്ടി പൂർണ്ണമായി വിധേയനായിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ക്രെഡിബിലിറ്റി നൽകുന്ന പ്രശ്നമുണ്ട്. ഇപ്പോ ബംഗാളില് പാർട്ടി അഡ്രസ് ഇല്ലാത്ത അവസ്ഥയായി പോയി. കേരളമായിരുന്നു ഏക തുരുത്ത്. അപ്പോ നേരത്തെ ചിലർ ആക്ഷേപ രൂപം പറയുകയുണ്ടായി, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി അധ്വാനിച്ചവർ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമായി മാറി. അപ്പോ അത് ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ട സംഗതിയല്ലേ? ഒരു CJP മുന്നണി എന്ന രീതിയിൽ UDF വലിയ രീതിയിൽ പ്രചാരണം പോലും കൊണ്ടുവന്നു. ഈ CPM-ഉം BJP-യുമായിട്ട് ചില ധാരണകൾ, ചില സന്ധികളൊക്കെ ഉണ്ടാക്കിയെന്ന പ്രചാരണമൊക്കെ വന്നു. അത് വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ച് കാണില്ല. ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടാകാൻ കാരണം അതുകൂടിയല്ലേ? അത് ആ രീതി അതുപോലെ മുസ്ലിങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഹിന്ദുക്കൾക്ക് എന്ത് ദോഷം? ഹിന്ദുക്കൾ ഈ പാർട്ടി ബേസിക്കലി ഒരു ഹിന്ദു പാർട്ടിയാണ്. അത് നിങ്ങൾ പലപ്പോഴും എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇപ്പോൾ ഷബാന് വിഷയത്തിലൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ആന്റി മുസ്ലിം സാധനം ഈ പാർട്ടിയുടെ ആളുകൾ ഇടയിലുണ്ടായിരുന്നു. തിരിച്ചങ്ങനെയുണ്ട്. ഇതൊരു നിരീശ്വരവാദികളുടെ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയെ വലിയ സ്വാധീനമുണ്ട്. ഇവരുടെ മതവിടുത്ത് നമുക്ക് വളരെ ഇഷ്ടമില്ല. പിന്നെ ക്രിസ്ത്യാനികളുടെ കാര്യം തീരെ പറയണ്ടല്ല. കാരണം അവർക്ക് ഇവരില്ലെങ്കിൽ അവരുടെ കാര്യം നടക്കും. പിന്നെ വെച്ചാൽ BJP ശക്തി ബാധിച്ചതുകൊണ്ട് പിണറായി വിജയൻ ലീഡർഷിപ്പിൽ വരെ പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങൾക്ക് പലപ്പോഴും സ്വീകാര്യമായ നിലപാടുകളൊക്കെ എടുക്കുകയും ന്യൂനപക്ഷത്തിൽപ്പെട്ട കുറെ ആളുകൾ ലീഡർഷിപ്പിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തത് സ്വീകാര്യമായി. അപ്പൊ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരും വേണം അവരും വേണം, കോൺഗ്രസും വേണം CPM-ഉം വേണം. എങ്കിൽ മാത്രമേ ഇവിടെ BJP-നെ പുറത്തു നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് 2016 പിണറായി വിജയന് വോട്ട് ചെയ്തു. 2021 പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് പേര് വോട്ട് ചെയ്തു. ഇപ്പൊ വെച്ചാൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ അവിടെ BJP കയറുന്നുള്ളത് അവർ അൺബ്ലോക്ക് ആയിട്ട് പോയി വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്നതിന്റെ മുമ്പാണ് നിങ്ങൾ നോക്കിയാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ CPM-ന് വോട്ട് കൂടുതലാണ്. എല്ലാ സ്ഥലങ്ങളിലാണ് CPM പിന്നോട്ട് പോയിരിക്കുന്നത്. ശരി, നമുക്ക് സമയപരിമിതി കൊണ്ട് മറ്റൊരു വിഷയത്തിൽ കേരളത്തിൽ ബംഗാളിൽ സംഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി നിലനിൽക്കേണ്ട അവരുടെ കൂടി ആവശ്യമാണ്. CPM ഇതിൽ പേടിക്കേണ്ട ഒരു സാധനത്തിൽ വെച്ചാൽ ചാത്തന്നൂര് ജയിച്ചു, കഴക്കൂട്ടം ജയിച്ചു. രണ്ടും ഈഴവ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ബാക്കി സ്ഥലങ്ങളിൽ CPM വോട്ട് എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കേണ്ടതുണ്ട്. അത് BJP-യിലേക്കാണ് പോയത്.
ഞാൻ പറയുന്നത് പോലെ പുതിയ ചെറുപ്പക്കാരുടെ സ്ത്രീകൾക്കിടയിലും ഇവരുടെ ഇടയിൽ ബി.ജെ.പിക്ക് അനുകൂലമായ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്ത് ഈ പാർട്ടിയുടെ ഹിന്ദു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് സെക്യുലർ ആയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞതേ പ്രശ്നമാണ്. ശരി, നമുക്ക് സമയപരിമിതി കൊണ്ട് ജസ്റ്റ് ഒന്ന് കറന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് തമിഴ്നാടും ബംഗാളും കൂടി ഒന്ന് പറയാതെ പോകാതെ നിവൃത്തിയില്ല. ബംഗാളിൽ മമത അസ്തമിച്ചു, തമിഴ്നാട്ടിൽ പുതിയൊരു താരോദയം വിജയ് ഉണ്ടാകുന്നു. എങ്ങനെ നിരീക്ഷിക്കുന്നു? അതെ, തമിഴ്നാട്ടിലെ കാര്യം ഞാൻ ജയലളിത മരിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വർഷം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പുതിയ ഫോർമേഷൻ വരും, അതെനിക്ക് അറിയാമായിരുന്നു. അത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാണ് ജയലളിതയ്ക്ക് തമിഴ്നാട്. അപ്പൊ അവരൊക്കെ തന്നെ ഒരു നിയോ ദ്രവീഡിയൻ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നതാണ്. കാരണം മറ്റു രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കറപ്റ്റഡ് ആയി മക്കൾ രാഷ്ട്രീയമാണ്. അപ്പം അവിടെ ഒരാൾ വരുമെന്ന് ഉറപ്പായിരുന്നു. വിജയ് ആണോ അജിത്താണോ വേണമെന്നാണ് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അവസാനം അത് വിജയ് വന്നു. വിജയ് വന്നതിന്റെ പിന്നിലെ പ്രശ്നം എന്ന് വെച്ചാൽ വിജയിന്റെ പിന്നിൽ ഇവാഞ്ചലിസ്റ്റ് ലോബി ഉണ്ടെന്ന് കാര്യം ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ അയാൾ ഇടക്കിടക്ക് ജോസഫ് വിജയ് എന്ന് പറയുന്ന വിജയ് എന്ന് പറയുന്നത് അച്ഛൻ ഹിന്ദു അല്ലേ. അതുകൊണ്ട് ആ മാറ്റം അവിടെ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. വിജയ് ഇത്ര പെട്ടെന്ന് അധികാരത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കുറച്ച് സീറ്റുകൾ, ഒരു 80 സീറ്റൊക്കെ പിടിച്ചിട്ട് ഒരു ശക്തിയായി മാറി പിന്നെ വരുന്നതായിരുന്നു. അപ്പം ജനങ്ങൾ അത്രയും പെട്ടെന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ വിജയ് ഇവാഞ്ചലിസം കൊണ്ടുപോയാൽ അത് പണിയാവും. സത്യത്തിൽ ഈ പറയുന്ന പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവരിലെ ഹിന്ദുക്കളാണ്. നിങ്ങൾ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പൊ എടുത്ത് പുതിയ ഒന്ന് നോക്കിക്കോ, അതാണ് 25% അവിടെ ക്രിസ്ത്യാനികളായിട്ടുണ്ടാവും. ഇതിന് വില കൊടുക്കുന്ന ഹിന്ദുക്കൾ അല്ല. നമ്മളെ കൂട്ടത്തിൽ കയറിയിട്ട് അവര് ഇവാഞ്ചലിസ്റ്റുകൾ കളിക്കുന്നില്ല, 8ന്റെ പണി കിട്ടും. അതിനുള്ള ധൈര്യം അവർക്കില്ല. ഈ ഹിന്ദുക്കളെ തുറന്ന പുസ്തകമായതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ എന്ത് പറഞ്ഞാലും ഹിന്ദു വിശ്വസിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ അവർ കളിക്കുന്നുണ്ട്. അവരതിനുള്ള ഈ DMK അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട്, പക്ഷേ DMK സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് ഇനി ഓപ്പണായി സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ നടുവിലുണ്ട്. ബംഗാളിൽ അത് വരേണ്ട ഒരു കാര്യമാണ്. CPM ശേഷം അവർ വരേണ്ടതായിരുന്നു. പക്ഷെ അന്ന് BJP അതിനുള്ള ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ BJP ഗ്രിപ്പ് ഉണ്ടാക്കി. സ്വാഭാവിക ബംഗാൾ ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള ജനത കൂടുതലുള്ള സ്ഥലമാണ്. കാരണം ഈ വിഭജനവും ബംഗ്ലാദേശിലുള്ള കുടിയേറ്റമൊക്കെ അവിടെ ആളുകൾ മനസ്സിലുണ്ടല്ലോ. അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അവിടുത്തെ മുസ്ലിംസ് ഈ പഴയ CPM കാലത്തെ പോലെ ഈ ഓസ്ട്രിയൻ നിലപാടെടുത്തു പോയാൽ അതിന്റെ കലാപങ്ങളൊക്കെ അവിടെ കാരണം. അതുകൊണ്ട് ബംഗാൾ സൂക്ഷിക്കേണ്ട ഒരു സംഭവത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അമിത്ഷാക്ക് നേരിട്ടാണ് അവിടെ ചാവുന്നത്. മുപ്പര് എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇടപെട്ട് നമ്മൾ പല എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. നന്ദി, താങ്ക്സ്.